ഹായ് ഗൈസ്, 27th ജാനുവരിയിലെ സെക്കൻഡ് ഷിഫ്റ്റിലെ 16ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ കണ്ടൊന്ന് വായിക്കുക. എല്ലാവരും പോസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് വായിക്കുക. ഓക്കെ, വായിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഇത് 3D അല്ലെങ്കിൽ വെക്ടർ. ഓക്കെ, 3D എന്നാണ് കുറച്ചും കൂടി പറയുന്നത് നല്ലത്. ഓക്കെ, ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ ഐഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഇത് ക്ലോസ് ഒബ്സർവേഷൻ വേണം. ഓക്കെ, എന്താണ് ദ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് ദ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ABC ഓഫ് എ ട്രയാങ്കിൾ ആർ ദിസ് വൺ. ഓക്കെ, ആൻഡ് ദിസ് വൺ ആൻഡ് ദിസ് വൺ. ഓക്കെ, അപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ ഒരു ട്രയാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഇവിടെ ABC എന്തുണ്ട് മക്കളെ? പൊസിഷൻ വെക്ടേഴ്സ് ഉണ്ട് അല്ലേടാ? എന്തുണ്ട്? പൊസിഷൻ വെക്ടേഴ്സ് ഉണ്ട് അല്ലെ? വാട്ട് ഇസ് ദ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് ABC അല്ലെ? ഏതാണ്? 2i അല്ലെ? അതേപോലെ തന്നെ 2 - 3 അതേപോലെ തന്നെ എന്താണ് 3 ആണ്. ഓക്കെ, 2 - 3 3. ഓക്കെ, അതുപോലെ തന്നെ ബിയുടെ ആണെങ്കിൽ എന്താണ് 2 2 3. ഓക്കെ, ഇവനാണെങ്കിലോ സിയുടെ ആണെങ്കിലോ -1 1 3. Okay, then let L denote the length of angle bisector of AD. Angle bisector of AD of triangle BAC. Okay, അപ്പോൾ ഇത് ABC അല്ലെ? ABC ഓർഡറിൽ പോവാണെങ്കിൽ ഇതാണ് BAC എന്ന് പറഞ്ഞ ആംഗിൾ. ഓക്കെ, അതിന്റെ ലെങ്ത് ഓഫ് ആംഗിൾ ബൈസെക്ടർ ആണ് എന്ത്? L എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, then ഇനി where D is on the line segment BC. ഓക്കെ, ശ്രദ്ധിക്കുക, BCയിലെ പോയിന്റ് ആണ് എന്താ? D എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വരക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് ഏത് ട്രയാങ്കിൾ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഏത് ട്രയാങ്കിൾ ആണ് നമ്മൾ നോക്കുന്നത് ഗുണം ചെയ്യും. അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ, ഐസോസെലസ് ട്രയാങ്കിൾ ആണോ, അല്ല പിന്നെ ശ്രദ്ധിക്കുക നമ്മള് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഗുണം ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം AC കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പൊ AC, വാട്ട് ഇസ് AC? AC എന്ന് പറയുമ്പോൾ 2 - -1. വാട്ട് ഇസ് ദാറ്റ്? AC ഞാൻ ഇവിടെ കണ്ടുപിടിച്ച് നോക്കാം. വാട്ട് ഇസ് ദാറ്റ്? AC. ഓക്കെ, 2 - -1 അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സിംപിളി എന്താണ്? 3 ആണ്. അപ്പൊ 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്. -3 - 1 അതായത് 4ന്റെ സ്ക്വയർ. വാട്ട് ഇസ് ദാറ്റ്? 416. അപ്പൊ 3 - 3 എന്തായിട്ട് 0 ആയിട്ട് പോയി. അപ്പൊ AC is equal to നമുക്ക് 5 എന്ന് കിട്ടി. ഓക്കെ, ഇനി AB. What is AB? AB എന്ന് പറഞ്ഞ സാധനം എന്താണ്? 2 - 2 0 -3 - 2 -5 the whole square is 25 and again 0 എന്ന് കിട്ടി. ഓക്കെ, സിമ്പിൾ ഡിസ്റ്റൻസ് ഫോർമുലയാണ്. ഞാൻ മൊത്തം സ്റ്റെപ്പ് ഒന്നും കളിക്കേണ്ട, പോയിന്റിൽ നമുക്ക് ചെയ്താൽ മതി. ഓക്കെ അല്ലെ? സോ ഇത് 5 എന്ന് കിട്ടി, ABയും 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഒരു ഹിന്റ് കിട്ടി, ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഇനി ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. നമുക്ക് ജസ്റ്റ് എന്താക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് BC നോക്കി. വാട്ട് ഇസ് BC? 2 - -1. വാട്ട് ഇസ് ദാറ്റ്? 3ന്റെ സ്ക്വയർ എന്താണ്? 9 ആണ് അല്ലെ? 2 - 1 is what? 1. 1ന്റെ സ്ക്വയർ 1. ഓക്കെ, അപ്പൊ ഇത് എന്താണ് മക്കളെ? ഇത് √10 ആണ്. അപ്പൊ ഇത് എന്താ? ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ല. ഓക്കെ, അപ്പൊ ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് ആംഗിൾ ബൈസെക്ടറിനെ കുറിച്ചാണ് ഇവിടെ സംസാരം അല്ലെ? ഇപ്പൊ ഇതിന് ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഈ ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞ സാധനം ഓപ്പോസിറ്റ് സൈഡിന്റെ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഓക്കെ, അതായത് ഈ ആംഗിൾ ബൈസെക്ടർ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സാധനമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ D എന്ന് പറഞ്ഞ സാധനം നമുക്ക് എന്താക്കാം? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ D എന്ന് പറഞ്ഞ സാധനം ഇതിന്റെ ആംഗിൾ ബൈസെക്ടർ നമ്മുടെ ഓപ്പോസിറ്റ് വശത്തിൽ ഒന്ന് ടച്ച് ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? D എന്ന് പറഞ്ഞ സാധനം. ഓക്കെ അല്ലെ? അതെ, സെറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡീന്റെ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? എങ്ങനെയാണ്? മിഡ് പോയിന്റ് അല്ലെ? വാട്ട് ഇസ് ദാറ്റ്? 2 - 1. വാട്ട് ഇസ് ദാറ്റ്? 1 അല്ലെ? 1. ഓക്കെ, അപ്പൊ D എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ? ഈ BCയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. സോ മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് D കണ്ടുപിടിക്കാം അല്ലെ? എങ്ങനെ? 2 - 1 / 2 അല്ലെ? എന്ന് പറയുമ്പോൾ എന്താണ്? 1/2. 2 + 1 / 2 അഥവാ 3/2. 3 + 3 / 2 എന്ന് പറയുന്നത് എന്താണ്? 3 തന്നെയാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഇതാണ് D. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 × L² ആണ്. ഓക്കെ അല്ലെ? അപ്പൊ ആദ്യം L² കണ്ടുപിടിക്കാം. L² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ അല്ലെ? ആ ഡിസ്റ്റൻസ് ആണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാലോ. എങ്ങനെയാ? 2 - 1/2 the whole square. ഓക്കെ, പ്ലസ് -3 - 3/2 the whole square. ഓക്കെ അല്ലെ? അവർ തിരിച്ചും പറയാം നമുക്ക്, എങ്ങനെയാലും കുഴപ്പമില്ല. അപ്പൊ തിരിച്ചാകുമ്പോൾ കുറച്ചും കൂടി സുഖമാണ്. 3/2 + 3 the whole square. കാരണം സ്ക്വയർ ആയതുകൊണ്ട് എങ്ങനെയും പറയാം. 3 - 3 the whole square അത് 0 ആയിട്ട് പോയി. ഓക്കെ, അതായത് 2 - 1/2 whole square എന്ന് പറയുമ്പോൾ 2 കുറച്ചാൽ 1.5. അപ്പൊ 3/2 the whole square. ഓക്കെ, ഇനി 3/2 + 3 അല്ലെ? 3 1 1.5
9/2 the whole square. Okay, അല്ലെ then is equal to what is that 9 അല്ലെ 3/2 അല്ലെ എന്ന് പറയുമ്പോൾ what is that സോറി നമുക്ക് ഇവിടെ എൽ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എൽ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ്ട് ആവശ്യമില്ല, ഇവിടെ സ്ക്വയർ റൂട്ട് ഉണ്ട് ആവശ്യമുണ്ടോ ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ 9/4 പ്ലസ് 81 ഡിവൈഡഡ് ബൈ എന്ത് വരും 4 എന്ന് വരും. Okay, so what is that? It is simply 90 divided by 4 അല്ലെ, or simply നമുക്ക് എന്ത് വരും 45 divided by 2 എന്ന് വരും. Okay, so that is what is that L square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is that L square എന്ന് പറഞ്ഞാൽ 45 divided by 2 എന്ന് വരും. Okay, അപ്പൊ അങ്ങനെയാണെങ്കിൽ 2L square ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2L square എന്ന് പറയുമ്പോൾ 2 into 45 divided by 2 അല്ലെ, അഥവാ what is answer is 45 എന്ന് കിട്ടും. Yes, option is the option 4 is the right answer.